എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കായി ഒന്ന് രണ്ട് വാക്കുകൾ കുറിക്കട്ടെ. വർഷങ്ങൾക്ക് മുൻപേ തന്നെ എൻ്റെ രചനകളുടെ ഹരിശ്രീ കുറിക്കപ്പെട്ടതാണ്. എത്രയോ നാളുകൾക്ക് ശേഷം ഞാനിത് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വയ്ക്കുമ്പോൾ ഈ കഥാസമാഹാരം എത്രമാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങും എന്നെനിക്കറിയില്ല. ഇതിലെ ആശയങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥയാണ്. അതുപോലെ തന്നെ അറിയാതെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക. ചിരിച്ചും കരഞ്ഞും പിണങ്ങിയും ഇണങ്ങിയും ജീവൻ കൊടുത്ത എൻ്റെ കഥാപാത്രങ്ങൾ നിങ്ങളിലും ജീവൻ പകരട്ടെ. എൻ്റെ ഈ ചെറുകഥയുടെ പേര് പോയി മറഞ്ഞ വസന്തം. അരണ്ട മണ്ണെണ്ണ വിളക്കിന് മുൻപിൽ ചമ്രം പടിഞ്ഞ് ആവണിയിരുന്നു. അരികെ ഒരു കീറപ്പായയിൽ ചുട്ടുപൊള്ളുന്ന പനിയുമായി കിടക്കുന്ന അനുജനെ ഇടയ്ക്കിടെ തൻ്റെ ഇളം കൈകൊണ്ട് നെറ്റിമേൽ തൊട്ടുനോക്കി ആകാംക്ഷയോടെ, അതിലേറെ ഭീതിയോടെ. അപ്പുറത്തെ കയറ്റുകട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദൈന്യമാർന്ന ഒരു സ്ത്രീരൂപം. ആ കട്ടിലിന് പറയാൻ വർഷങ്ങളോളം പഴക്കമാർന്ന കഥകളുണ്ട്. അതിനാലാവാം അതിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞ് താഴേക്ക് ഊർന്നു തൂങ്ങിയിരിക്കുന്നു. ഇരുഭാഗത്തും വരിഞ്ഞ കയറുകൾ ഇടയ്ക്കിടെ പൊട്ടിയടർന്നിരിക്കുന്നു. കുഴിയിലേക്ക് കാലൂന്യ ഒരു മുത്തശ്ശിയുടെ ഓർമ്മ ആ കട്ടിലിൻ്റെ കാര്യത്തിൽ പ്രതിപാദിക്കുന്നതുകൊണ്ട് യാതൊരു അതിശയോക്തിയും നമ്മൾ വായനക്കാർക്ക് വേണ്ട. ഇരുൾ കനത്തു തുടങ്ങി. അങ്ങ് കിഴക്ക് മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. തണുത്ത കാറ്റ് വീശി. ആവണിയുടെ മനസ്സിലേക്ക് മേഘവർണ്ണം നിറഞ്ഞു. തെരുവു നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങി. ഞൊണ്ടിപ്പൂച്ച അസുഖം വിളിച്ചറിയിക്കുന്ന രീതിയിൽ കുടിലിന് ചുറ്റും നിലവിളിച്ചു നടന്നു. എവിടെ നിന്നോ സംഘടിപ്പിച്ച കുരുമുളക് അല്പം കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച് അനുജന് സമീപം ചെന്നു നിന്നു. ഗ്ലാസ് അധരങ്ങൾക്ക് മീതെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആവണിക്ക് വയസ്സ് ഈ കർക്കിടകത്തിൽ 10 തികയും. അടുത്തുള്ള ദാമോദരൻ ചേട്ടൻ്റെ കടയിൽ പാത്രങ്ങൾ കഴുകി വെള്ളം കോരി കൊടുക്കുന്നതിന് ദിവസം 25 രൂപ അവൾക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഭക്ഷണത്തിന് പോലും തയ്യാറില്ല. ജന്മം കൊടുത്ത പിതാവാകട്ടെ അമ്മ തളർന്നു വീണു പോയതോടെ വീടുപേക്ഷിച്ചു എങ്ങോ പോയി കളഞ്ഞു.